വമ്പൻ ജയം നേടിയിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ UDF ഘടകകക്ഷികളിൽ അതൃപ്തി ശക്തമാണ്. മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം നാളെ പാണക്കാട്ട് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇന്ന് രംഗത്തു വന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് തിളക്കമേറിയ വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നാണ് UDF ഘടകകക്ഷികൾക്കുള്ളിലെ പൊതുവികാരം. പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ വലിയ വിമർശനമുയർന്നതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം നാളെ പാണക്കാട് ചേരും. തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് നിരാശയുണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ 24-നോട്. സ്വാഭാവികം ജനങ്ങൾ വോട്ട് ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് ഒരു ആവേശം എന്നുള്ള അത് സ്വാഭാവികമായും വൈകുന്നതിൽ അവർക്ക് നിരാശയുണ്ട്. കാരണം അവർ സാധാരണ പ്രവർത്തകരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും സത്യപ്രതിജ്ഞ വന്ന് മന്ത്രിസഭ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കുന്ന ഒരു സ്വപ്നമാണ്. അതിനിടെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി സംസാരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി നിർണയത്തിൽ ഘടകകക്ഷികൾക്ക് വലിയ സ്വാധീനമില്ലെന്ന് KPCC മുൻ അധ്യക്ഷൻ MM ഹസൻ പ്രതികരിച്ചു. അല്ല, ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ? കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിനെ വിമർശിച്ചും പരിഹസിച്ചും CPIM-ഉം BJP-യും രംഗത്ത്. ആദ്യം ഗവൺമെന്റല്ലേ വേണ്ടത്. ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണമല്ലോ. ഇവിടെ ഇപ്പോൾ ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ജനങ്ങൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ്. അവർക്കൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ജനങ്ങളെ പരിഹസിക്കരുതെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന്റെ സമസ്ത മുഖപത്രം സുപ്രഭാതം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.